എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ എന്തായാലും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക. ഇനി കുറച്ച് ദിവസങ്ങളിലേക്ക് ഹൈദരാബാദിൻ്റെ വിശേഷങ്ങളായിരിക്കും കേട്ടോ. ഇത് ഞാൻ ഒരു ഐറ്റ്നറി പോലെയല്ല ചെയ്തത്, രാമോജി ഫിലിം സിറ്റി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഹൈദരാബാദിൻ്റെ ഐറ്റ്നറി വീഡിയോ ഞാൻ ഇതിനോടൊപ്പം തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ വേണ്ട ആൾക്കാർ മസ്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ രാമോജി ഫിലിം സിറ്റിയിൽ എങ്ങനെ പോയി, എങ്ങനെ ടിക്കറ്റ് എടുത്തു, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക, സപ്പോർട്ടാക്കുക. നമ്മൾ രാവിലെയാണ് കേട്ടോ പോയത്. പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാക്സിമം രാവിലെ തന്നെ എത്താൻ ശ്രമിക്കുക. കാരണം അവിടെ 9 മണിക്ക് ഒരു ഓപ്പണിംഗ് സെറമണി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. അത് കാണുന്നത് എനിക്ക് ആദ്യമായി ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയത്, നമ്മൾ റൂം വരുന്നത് ടോളി ചോക്കി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അവിടുന്ന് രാമോജി ഫിലിം സിറ്റിയിലേക്ക് ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട്. 1 മണിക്കൂർ പെട്ടെന്ന് എത്തും, പക്ഷെ ട്രാഫിക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അത്രയധികം ട്രാഫിക്കാണ് കേട്ടോ. വണ്ടി മൂവ് ചെയ്യണമെങ്കിൽ തന്നെ നല്ല പാടാണ്. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാക്സിമം രാവിലെ ഒരു 7 മണിക്ക് ഇറങ്ങിയാൽ നമുക്ക് കറക്റ്റ് ഒരു 9 മണിയാകുമ്പോഴേക്കും അവിടുത്തെ ഫസ്റ്റ് ഷോ കാണാൻ പറ്റും. നമ്മൾ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഊബർ ബുക്ക് ചെയ്തിട്ടാട്ടോ. ഊബറിൽ ഏകദേശം ഒരു 700 സംതിങ് ആണ് എനിക്ക് അങ്ങോട്ടേക്ക് റേറ്റ് വന്നത്. തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം തന്നെ റേറ്റ് ആയിട്ടുണ്ട്. കാരണം വൈകുന്നേര സമയത്ത് ഊബറിലും നല്ല റേറ്റാണ് ഒരു കാണിക്കുക. അപ്പോൾ എനിക്ക് വന്നത് 1040 രൂപയാണ് ഊബറിൽ ഇങ്ങോട്ടേക്ക് റേറ്റ് വന്നത്. മാത്രമല്ല, നമ്മൾ രാമോജി ഫിലിം സിറ്റിയിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം അതിൻ്റോടൊപ്പം തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട്. പിക്കപ്പിന് 400 സംതിങ്ങും അതുപോലെ തന്നെ ഡ്രോപ്പിന് 400 സംതിങ് നമ്മൾ പേ ചെയ്താൽ അവരുടെ ബസ് തന്നെ നമ്മൾ എന്താക്കും, ഓരോ ടൗണിൽ വെച്ചിട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അവൈലബിൾ ആണ് കേട്ടോ. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് താഴെ ബസ് സ്റ്റേഷൻ്റെ അകത്തേക്കാണ് കേട്ടോ. അവിടെ എത്താൻ നമ്മളൊരു ചെക്കിങ് ചെയ്യണം. കാരണം നമുക്ക് പുറത്തുള്ള ഫുഡോ വെള്ളമോ അങ്ങനത്തെ ഒന്നും അലോഡല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാഗ് ചെക്കിങ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പുറത്തേക്ക് വിടുള്ളൂ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷന്. വീക്കെൻഡുകളിലും വീക്കെൻഡ് അല്ലാത്ത ദിവസങ്ങളിലും റേറ്റിന് നല്ല വ്യത്യാസമുണ്ട്. ടിക്കറ്റ് എപ്പോഴും ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടെ നല്ലത്. കാരണം രാമോജി ഫിലിം സിറ്റിയിൽ 2 ടൈപ്പിലാണ് ടിക്കറ്റാട്ടോ വരുന്നത്. ഒന്നാമത്തേന്ന് വെച്ചാൽ സ്റ്റുഡിയോ ടൂർ, രണ്ടാമത്തേന്ന് വെച്ചാൽ രാമോജി സ്റ്റാർ എക്സ്പീരിയൻസ്. സ്റ്റുഡിയോ ടൂറിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡൽട്ടിന് 1450. അത് വീക്കെൻഡ് ദിവസങ്ങളിലല്ല കേട്ടോ. വീക്കെൻഡ് ദിവസങ്ങളിലാണെങ്കിൽ 1600 സംതിങ് ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ചൈൽഡിന് 33 to 54 വരെ ഇഞ്ചസ് ഉള്ള കുട്ടിയൊക്കെ ചൈൽഡിൻ്റെ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് ഹൈറ്റ് വെച്ചിട്ടാട്ടോ ചൈൽഡിൻ്റെ റേറ്റ് കണക്കാക്കുന്നത്. അതായത് 1250 ആണ് കേട്ടോ പിന്നെ സ്റ്റുഡിയോ ടൂറിൽ വരുന്നത്. വീക്കെൻഡ് ആണെങ്കിൽ കുട്ടികളുടെ റേറ്റും ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. രാമോജി സ്റ്റാർ എക്സ്പീരിയൻസ് ആണെങ്കിൽ അഡൽട്ടിന് 2999, ചൈൽഡിനാണെങ്കിൽ 2799 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്നാമത്തതിലാണെങ്കിൽ നമുക്ക് സാധാ വിൻറ്റേജ് ബസ്സായിരിക്കും ഉണ്ടാവുക. ഫുഡോ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് അല്ല കേട്ടോ. ഇനി രാമോജി സ്റ്റാർ എക്സ്പീരിയൻസിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഫുഡും പിന്നെ നമ്മൾ പോകുന്ന ബസ്, അതായത് ഓരോ സ്റ്റുഡിയോയിൽ നിന്ന് അടുത്ത സ്റ്റുഡിയോയിലേക്ക് പോകുന്ന ബസ് AC ബസ്സും ആയിരിക്കും കേട്ടോ. ഇത് മാത്രമേ ഒരു വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് സാധാ നോർമൽ സ്റ്റുഡിയോ ടൂർ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പ്രത്യേകിച്ച് വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അവിടെ എത്തുന്നതിൻ്റെ മുമ്പേ നമുക്ക് അവിടുത്തെ വൗച്ചറിൻ്റെ ഒരു പേപ്പർ അവിടെ നിന്ന് തരും. അത് മേടിച്ച് വെച്ച് ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ഫുൾ ഡീറ്റെയിൽസ്, അന്നത്തെ അവിടുത്തെ പ്രോഗ്രാമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അങ്ങനത്തെ വൗച്ചറിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അത് ഓരോ ദിവസം ഓരോ വ്യത്യസ്ത പ്രോഗ്രാമായിരിക്കും ഉണ്ടാവും കേട്ടോ. നമ്മൾ പോയെന്ന് അവിടെ ഒരു മ്യൂസിക്കൽ പാർട്ടി അങ്ങനത്തെ ഒരു സംഭവമുള്ളത്. അപ്പോൾ ഓരോ ദിവസം ഓരോ പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ചെന്ന പാടെ തന്നെ അങ്ങനത്തെ വൗച്ചർ നമ്മൾ വാങ്ങിച്ചേക്കുകയാണെങ്കിൽ നമുക്ക് അന്ന് അവിടെ നടക്കുന്ന പ്രോഗ്രാംസ് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളൊരു സാധാ നോർമൽ ബസ്സിൽ രാമോജി ഫിലിം സിറ്റീൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയാണ് കേട്ടോ വരിക.
നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ സ്റ്റുഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോ ബസ് വരും. അതിൻ്റെ അകത്ത് കയറിയിട്ട് അവരെ നമ്മൾ എന്താക്കും, ഓരോ സ്ഥലത്ത് നമുക്ക് കാണിച്ചു തരും. എല്ലാ സ്റ്റോപ്പിലും ഇറക്കുമൊന്നുമില്ല. കുറേ സ്റ്റോപ്പുകൾ നമ്മളിങ്ങനെ ബസ്സിലിരുന്നിട്ട് തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതങ്ങനെ കണ്ടു പോകും. പിന്നെ മെയിനായിട്ട് വരുന്ന 2-3 സ്റ്റുഡിയോകളിൽ മാത്രമേ ബസ് നിർത്തുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്കിത് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് ഈ ഒരു ഓർഡറിൽ പോയാൽ നമുക്ക് എന്താക്കാം, ഈ ഒരു ഫിലിം സിറ്റി ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റും. So everyone see on your left side. It is movie magic. There will be 3 shows we'll be providing, like Space Yatra, Filmi Dunya, Action Theatre, and special show Lights, Camera, Action. Everyone see on your right side. So it is 2-in-1 garden. If you see from outside, it is Delhi Mahal Garden. If you see from inside, it is Mysore Vrindavan Garden. Any unmarried are here? Please kindly raise your hands. Unmarried, unmarried, unmarried. I think there is some last Malayali people's unmarried also. Okay, you can come for your photo shoot here. For their marriage, no need to go for Delhi and Mysore. You can come here and see on your left side. It is Sierra Garden. Do you know this song? Ooh la la, chulala. That song has been shot over here only. It will be used for the duet songs and group dances. Everyone see on your right side, it is Angel Fountain, tallest fountain in Ramoji Film City. I think both married and unmarried are here. If you want to marry in future, round this fountain for 3 times. For divorce 6 rounds. For divorce 6 rounds, for marriage 3 rounds. Everyone see on your left side. It is umbrella garden because the plant is trimmed like a umbrella shape backside. That pink color structure, it is umbrella garden. So everyone see on your left side, you can see the black stage. നമ്മൾ കയറുന്ന എല്ലാ ബസ്സിലും നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡും കൂടി ഉണ്ടാവും കേട്ടോ. ഒരു കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഏതെല്ലാം ഫിലിമാണ് എപ്പോഴൊക്കെയാണ് ഷൂട്ട് ചെയ്തതെന്ന് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സ്റ്റുഡിയോയിലും നമ്മൾ ഡയറക്റ്റായിട്ട് ഇറങ്ങില്ല, ബസ്സിലിരുന്നിട്ട് തന്നെ കാണുക ചെയ്യുന്നത്. മെയിനായിട്ടുള്ള സ്റ്റുഡിയോയിൽ മാത്രമേ നമ്മൾ ഇറങ്ങുള്ളൂ. പക്ഷേ ഇത് ഗൈഡ് എന്ന് പറയുന്നത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടും നല്ല ഫണ്ണായിട്ടാണ് കേട്ടോ നമ്മൾ ഈ വണ്ടി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമുക്ക് ചടപ്പോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. മാത്രമല്ല ഇവിടെ ചെന്നാൽ മാത്രം നമുക്ക് ഈ ഫിലിമൊക്കെ ഇവിടെ നിന്നാണോ ഷൂട്ട് ചെയ്തതെന്ന് നമുക്ക് തോന്നും. കാരണം നമുക്കത് മനസ്സിലാവുക പോലും ഇല്ല ഇങ്ങനത്തെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലാണ് നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തതെന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഹൈദരാബാദ് പോകുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് റാമോജി ഫിലിം സിറ്റി കേട്ടോ. അപ്പം മറക്കാണ്ട് എന്തായാലും പോകുന്ന ആൾക്കാർ കറക്റ്റായിട്ട് അവിടെ വിസിറ്റ് ചെയ്യുക. ഒരു ഡേ ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം പെട്ടെന്ന് നമുക്ക് കയറിയ പാട് നമുക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ നടക്കാത്തൊരു കേസാണ്. കാരണം ഇതിൻ്റെ എക്സിറ്റ് വരുന്നത് അങ്ങനെയാണ് കേട്ടോ. ഓരോ സ്റ്റുഡിയോയിലും നമ്മൾ കയറി കണ്ടിട്ടേ നമുക്ക് ഇറങ്ങി വരാൻ പറ്റുള്ളൂ. കയറിയ പാട് നമുക്കങ്ങ് ഇറങ്ങി പോരൽ നടക്കില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് അത്രയും വേർത്തായിട്ടുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ ഈ റാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പോയ സമയത്ത് അവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. Everyone see on your right side. It is multi-purpose building. This building has 4 elevations. One is court, palace, library and college. Do you know Chandramukhi movie? Yes. That has been shot over here. Do you know KGF movie? Yes. Yeah, KGF movie, Heroine house also shot over here only. The kids used to call this building as another name as Laka Laka building. So there is Chandramukhi car also waiting. If you want, we can go for a ride. Forest top right side. Inside the forest top there is a temple. Top you can see a small structure inside the forest top. There is a temple. You can see it right side inside the forest top. I have one question for everyone. You can guess which god is inside. If it is right or wrong, it's okay. You can guess which god is inside. No man? No? Any guesses? No wrong? Any other guesses? No ma'am? No? It is a godless temple. There is no god inside that temple. Hello? Do you know Chennai Express movie? Shah Rukh Khan used to carry the heroine. That scene has been shot over here. It is Meenammal temple. There is more than 100 steps here, only 30 steps.
See on your left side, you can see the white color structure building. White color left side. Yeah, if it is fully painted like white color, it is Gurudwar. If it is fully painted like golden color, it is Golden Temple. I think you know this song. That song has been shot over in that building only. So there is some shooting set was going on inside, so we are not allowed to go inside the North City sites. So we are going straight. As much as I can show you the North City side, I'll show you. This is the entry of North City side. There is no entry because there is some construction going on. And mosque also. See on your left side. There is a fully painted like white color. It is Taj Mahal. If it is painted like white and green, yeah, exactly. So, do you wanna go to Mumbai Indian Gate? Yes. Do you wanna go? But it will take so long time, na? No worries, we will be go within 2 seconds. It is seen the Taj Mahal now. See on your left side, friend, there is a Mumbai Indian Gate. You can see the Mumbai Indian Gate here. Yeah, we already reached Mumbai Indian Gate. Okay. Everyone, see on your left side, you can see 3 flux houses, big flux houses. These flux houses has 3 elevations. Like hero will be in America, heroine will be in India, but it's not like that. Hero will be in one elevation, heroine will be in another elevation. Movie will be take inside the house and movie is khatam. It will be over inside the house. They are not going to any America or something. They will be inside the house. Jail. You can guess. Once women enter into this central jail, they don't want to come outside because they like something inside. What is it? Any guesses? Any guesses? You can guess it. Any guess? It is a regular thing of doing women's. Exactly, sir. There is beauty parlor inside the central jail. There is makeup. Yeah, if sir saying exactly makeup. Yeah, sir. There is beauty parlor inside the central jail. That's why you don't want to come outside. See on your left side, these are the Chor Bazaar. We have to enter second right side, but because there is also some construction going on inside for the shootings. So, South Village. South. So now we are entering into South Village. Everyone, see on your left side, do you have any guesses for the yellow color house? Do you know Chandramukhi movie? Dancer Kulasekharan house that has been shot over there only. So everyone, see on your back side, it is a familiar movie has been shot over here. You have to definitely guess it. Sir, you have to guess it. In every language that movie has been there. Do you know Chennai Express movie? Meenammal village has been shot over here only. In the movie there is the road, but there is full of mud. Sorry, I said in Tamil and Malayalam. So it is full of filled by mud because the director want a natural look. So the roads full of filled by mud. Everyone see on your right side. Yeah. These buildings are Ramoji Film City Administration buildings. Do you know ETV Bharat? ETV? That has been running inside the Ramoji Film City. Do you know Enadu paper, newspaper? You don't know? Okay. Enadu newspaper also running inside the Ramoji Film City. They are having 13 languages and 23 state connections. Our founder, late Ramoji Rao Garu, also shooting is going on in different spots. So that Ramoji Film City got Guinness World Record for the world's largest film studio complex on 2006. I think, sir, these are a simple place they used to take some medicine something. We are having 1 minute time. I think everyone excited for Bahubali set. I think so. Yeah. Okay. So shall we sing a song? We are having 1 minute time. Shall we? Do you know Sunsatiya song? Yeah, we can sing it, everyone, okay? Sing with me. I'm not good at singing. Okay.
See on your left side, it is a railway station. It has one side will be village railway station, other one is city railway station. There is shooting is going on. So now we are entering into Gopal Central Jail without killing anyone. So see on your both right and left side, you can see the statues, right? Yeah, these statues will be replaced by the junior artists in the movie short style. So everyone now experience your Central Jail. Anyone having experience of mental hospital? See on your right side, there is mental hospital. If you wanna go, you can go there. Okay. Central Jail has two elevation. One is entry elevation, another one is exit elevation. Depends on the director, they will change the entry and exit elevation as well the name also. ആദ്യം നമുക്ക് സ്റ്റോപ്പ് വന്നതാണ് ഈ ഭാഗവതം സ്റ്റുഡിയോയിൽ കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം ഇതിൻ്റെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ പഴയതായതുകൊണ്ട് ഇതിപ്പം എല്ലാവർക്കും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാനായിട്ട് ആനിമേറ്റഡ് ആയിട്ട് നമുക്കത് മൂവ് ചെയ്യുന്നൊക്കെ അതിൻ്റെ അകത്തൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നമുക്ക് വേറെ ബസ്സാട്ടോ വരിക. അടുത്ത ബസ്സിന് നമ്മൾ ക്യൂ നിന്നതിന് ശേഷം അതിലും നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ വേറെ ബസ്സിലാട്ടോ നമ്മൾ പോകേണ്ടത്. നമ്മൾ വന്ന ബസ് തന്നെയല്ല, വന്ന ബസ് പിന്നെയും റിട്ടേൺ അടിച്ച് അങ്ങോട്ടേക്ക് ഫസ്റ്റ് പിന്നെ എൻട്രൻസിൻ്റെ അടുത്തൊക്കെ തന്നെ പോകും കേട്ടോ. ഇത് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം അടുത്ത ബസ്സിൽ കയറി അടുത്ത സ്റ്റുഡിയോയിലേക്ക് പോവാം. നമ്മൾ ചെന്ന ദിവസം കുറേ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സ്റ്റുഡിയോയിൽ മോദിജിയുടെ പിന്നെ ചരിത്രം വെച്ചിട്ടുള്ളൊരു ഫിലിമിൻ്റെ ഷൂട്ടിംഗാണ് കേട്ടോ ഇവിടെ നടന്നുകൊടുക്കുന്നത്. പിന്നെ അതുകൊണ്ട് അങ്ങോട്ടേക്ക് നമുക്ക് പോകാനോ കാണാനൊന്നും പറ്റില്ല. പിന്നെ സെക്യൂരിറ്റി വീഡിയോസ് എടുക്കുമ്പം പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകാൻ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് അടുത്ത സെറ്റിലേക്കുള്ള ബസ് കിട്ടുക. അപ്പോൾ വാഷ്റൂമും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് അടുത്ത ബസ് അവിടെ ക്യൂ നിന്നാൽ അടുത്ത ബസ് വരും. അടുത്ത ബസ്സിൽ കയറിയിട്ട് അടുത്ത സ്റ്റുഡിയോ കാണാനായിട്ട് പോവാം കേട്ടോ. ഭാഗവതം സ്റ്റുഡിയോ കണ്ടിട്ട് കുറച്ച് ദൂരം തന്നെ പോകാണ്ട് ബാഹുബലി സ്റ്റുഡിയോയിലേക്ക് കേട്ടോ. ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ ബാഹുബലി സ്റ്റുഡിയോയിലേക്ക് കാണാൻ പറ്റുക. ഇവിടെ ഏകദേശം നമുക്കൊരു 1.5 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാനുണ്ടാവും. പെട്ടെന്ന് മാക്സിമം കണ്ടാൽ നമുക്ക് ബാക്കിയുള്ള സ്റ്റുഡിയോകളും കൂടി കാണാൻ പറ്റും. ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ബാഹുബലി സ്റ്റുഡിയോയിൽ കയറിയാൽ പിന്നെ ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളെടുത്ത് ഒരു മാക്സിമം ടൈം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാറാണ് പതിവുള്ളത്. അപ്പം അങ്ങനെ ചെയ്യാണ്ട് ഫുള്ള് മാക്സിമം കവർ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കണ്ടു തീർത്തിട്ട് അടുത്ത സ്റ്റുഡിയോയിലേക്ക് പെട്ടെന്ന് പോകാം. കാരണം ബസ്സും കാര്യങ്ങളും അവിടെ വെയിറ്റിങ്ങിലായിരിക്കും. പിന്നെ നമുക്ക് അടുത്തതും കുറേ കാഴ്ചകൾ കാണാനുണ്ട്.
ബാഹുബലി സെറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് യൂറോപ്യൻ സ്ട്രീറ്റിലേക്കാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ മലയാളത്തിലുള്ള കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഉദയനാരായണ താരം, അതിലത്തെ സോങ്ങിൻ്റെ ഒരു പോർഷൻ ഇവിടെ വെച്ചിട്ടോ ഷൂട്ട് ചെയ്ത്. ഇവിടെ തന്നെ വേറെ വേറെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. Please, you all are look at the front side, see the artist and see the author character. Same body movement on the screen. Please look at the top. These are the OptiTrack cameras. Total 16 cameras are there. ऊपर लगे हुए cameras. OptiTrack cameras कहा जाता है. पूरा 16 cameras है ऊपर. And also you can see our artist wearing a special costume which has the sensor on it. हमारा आर्टिस्ट अलग किस्म का कॉस्ट्यूम पहने हुए, उनके ऊपर सेंसर्स लगे हुए हैं. The cameras are capturing these sensors. Because of that only you are able to see avatar character on the screen. ऊपर का कैमरास हमारा आर्टिस्ट के ऊपर सेंसर्स को कैप्चर करने के बाद स्क्रीन के ऊपर आपका अवतार कैरेक्टर दिखाई दे रहे हैं. We are doing with the help of that chroma screen. You can see the blue wall, that is chroma screen. With the help of that we can change any destination here without going to that location. Earlier by using this type of technologies in movies like Avatar, King Kong, Robo movies, Spider-Man, Batman, Hulk, Bahubali, lot of movies are there. Now you can look at the chair. अब आपके सामने chair को देखिए. She is lifting the chair. That chair is also having a same sensors like the dress. Because of that you can see that chair has big rock. Big rock on the screen. This is the first attraction motion capture studio. Kindly അടുത്തത് നമ്മൾ വന്നത് ഈ ഒരു ഗ്രീൻ റൂമിലേക്കാണ് കേട്ടോ. അതായത് സിനിമയിലേക്ക് ഉപയോഗിക്കുന്ന ടെക്നിക്സിനെ പറ്റിയിട്ട് പറയുന്ന ഒരു സെക്ഷനാണ് ഈ 2 സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഗ്രീൻ റൂമിലാണെങ്കിലും നമ്മൾ ആ സ്ക്രീനിൽ കാണുമ്പോൾ പിന്നെ ലണ്ടൻ ബ്രിഡ്ജിൽ നിൽക്കുന്ന പോലെ കേട്ടോ കാണുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പിന്നെ ഈ യൂറോപ്യൻ സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. അവിടെ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് അവിടുത്തെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എയർപോർട്ട് സെക്ഷൻ്റെ ഒക്കെയാണ്. നമ്മൾ ഈ സെക്ഷൻ്റെ അന്ന് കേട്ടോ ലഞ്ചും കഴിച്ചത്. ബാഹുബലി സെറ്റിൻ്റെ ഉള്ളിലും ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പുറത്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ആയിരിക്കും അത്യാവശ്യം നല്ല റേറ്റ് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് എയർപോർട്ടിലേക്കാണ്. ഒരു പണ്ടത്തെ ഒരു സെക്ഷന് പിന്നെ പ്ലെയിനിൻ്റെ ഇൻറ്റീരിയൽ അവിടെ കാണിക്കുന്നുണ്ട്. ഇതൊന്നും ഇപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ വ്യത്യാസമായതുകൊണ്ട് തന്നെ ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഫിലിമിലോ കാര്യങ്ങളിലൊക്കെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഹവാമഹലിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ജാപ്പനീസ് ഗാർഡനും പിന്നെ ഈ ഒരു സ്റ്റുഡിയോ പോലത്തെ കേട്ടോ. അതായത് അവിടെ ഒരു മൂവി തന്നെ അവർ കാണിച്ചു തരുന്നുണ്ട്.
അവിടെ ഷൂട്ട് ചെയ്ത മൂവീസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും അവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഏകദേശം 3000-ലധികം ഫിലിംസ് ഈ റാമോജി ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഈ ഒരു ഷോർട്ട് ഫിലിം പോലെ അവർ പറഞ്ഞു തരുന്നത്. सिनेमा कहानी सुनाने से ही बढ़ के यह एक अद्भुत दृश्य यात्रा है। मूवी के सेट सिर्फ इस्तेमाल की चीज ही नहीं, ये कल्पना को आकार देते हुए भावनाओं को बढ़ाते हैं। महलों से लेकर शहर के नजारों तक एक नई दुनिया को निर्माण करने में सेट दृश्य रूप देता है। जब हम छोटे बच्चे थे, दादी और नानी कहानी सुनाते थे, माँ बाप कहानी सुनाते थे, तब हम काल्पनिक रूप से दृश्य को देखा करते थे। अब उसी को पेशा बना लिए। प्रोडक्शन डिजाइन का मतलब कहानी के हिसाब से दृश्यों को वास्तविक रूप देना, आलोचना के हिसाब से डिजाइन करना। फॉर एग्जाम्पल, जब राजमौली मुझे मुंबई में मिलने आए थे, मुझे बाहुबली के स्केल के बारे में कुछ भी नहीं पता था। वे कई बार मुझे एक वाटरफॉल के बारे में बताया करते थे जो हजारों फीट की ऊंची है। उन्होंने कहा कि सर, अगर मैं ये फिल्म बनाऊंगा तो उसमें ये जरूर रहेगा। तब मैंने सोचा कि इसके ऊपर किस तरह से काम कर सकते हैं। बाद में जाकर मैंने उनके सोच को हिसाब लगाया। बाहुबली के बड़े माहिष्मती सेट को हमने 1000 कारीगरों का उपयोग कर सिर्फ 65 दिनों में पूरा किया। ആ ഒരു ഷോർട്ട് ഫിലിമും ജാപ്പനീസ് ഗാർഡനും കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നന്നായിട്ട് ക്ഷീണിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് പെട്ടെന്ന് തന്നെ എക്സിറ്റ് അടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. എല്ലാ സെറ്റിലും കൂടി കണ്ട് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് എക്സിറ്റിനുള്ളൊരു ബസ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ എല്ലാ സ്റ്റുഡിയോയിലും കയറി ഇറങ്ങി എല്ലാം കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ വന്നാൽ നമുക്കൊരു ഈവനിങ് ടൈം ആകുമ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. മാക്സിമം രാവിലെ എത്താൻ ശ്രമിക്കാം. നല്ല രസമുണ്ട് ഇവിടെ. ബേഴ്സൊക്കെ ഫ്രീ ആയിട്ട് പറക്കുന്നുണ്ട്. പക്ഷേ പോലെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതിനൊരു എക്സിറ്റ് ഇല്ല. നടന്ന് തീർക്കാം, അല്ലെ വണ്ടി കയറി തീർക്കണം. എന്നാൽ മാത്രം നമുക്ക് ഇറങ്ങിപ്പോയി കിടക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുഴങ്ങി, മമ്മിയും കഴിഞ്ഞ് ഞങ്ങളും കഴിഞ്ഞാകുന്നില്ല. എക്സിറ്റ് കിട്ടുമോ നോക്കുമ്പോൾ നമ്മളിത് ഫുള്ള് കണ്ടിട്ട് നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റും. ഒരു പ്രശ്നം. ഒരു ദിവസം മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും സംഭവങ്ങൾ റാമോജി ഫിലിം സിറ്റിയിലുണ്ട്. അപ്പോൾ ഹൈദരാബാദിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും റാമോജി ഫിലിം സിറ്റിയിൽ വരിക. പിന്നെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്താക്കാന്ന് വെച്ചാൽ അവിടെ എൻട്രൻസിൽ തന്നെ നമുക്ക് വീൽ ചെയർ അവൈലബിൾ ആണ് കേട്ടോ. അതായത് 100 രൂപയാണ് റെൻറ്റ് വരുന്നത്. 1000 കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുത്താൽ വീൽ ചെയർ കിട്ടും. ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് മക്കൾക്ക് വേണ്ടി സ്റ്റോളർ എടുത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഫുള്ളായിട്ട് കണ്ട് തീർക്കാൻ പറ്റിയത് കേട്ടോ. ഇതാണ് ലാസ്റ്റായിട്ടുള്ള ഒരു സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു മലയാളം ഫിലിംസ് ഷൂട്ട് ചെയ്ത ഒരു ഏരിയയിലേക്ക് നമ്മളെ പാർക്കിൽ എത്തിക്കും. ബസ് എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് രാവിലെ വന്ന ടിക്കറ്റ് കൗണ്ടറിലേക്ക് നമുക്ക് ബസ് വരും കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ആക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ബാക്കി ലൈറ്റ്നറിയും കാര്യങ്ങളും ഇതിൻ്റോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.